welcome back to my channel. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജു, ഞാൻ കാലിക്കറ്റ് ആണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ എവറിഡേ മേക്കപ്പ് ലുക്കാണ്. അതായത് ഫൗണ്ടേഷനോ കൺസീലറോ പ്രൈമറോ ഒന്നും യൂസ് ചെയ്യാണ്ട് ഡെയിലി നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് അതും സിമ്പിളായിട്ട് കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നല്ല നാച്ചുറൽ ആയതുകൊണ്ടും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതായതുകൊണ്ടും നമുക്ക് ഓഫീസിലേക്കോ കോളേജിലേക്കോ ഒക്കെ ചെയ്തിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്കിന്നിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ അക്വാസോഫ്റ്റ് FC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് നിങ്ങളുടേതൊരു ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ എന്തുകൊണ്ടും നന്നായിട്ട് സ്യൂട്ടാവുന്ന ഒരു മോയ്സ്ചറൈസറാണ്. നമ്മളിപ്പോൾ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും അതല്ല സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും എന്തായാലും നമ്മൾ ആദ്യം തന്നെ ഒരു നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും മോയ്സ്ചറൈസർ നന്നായിട്ട് റബ്ബ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതുപോലെ ഡാബ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ ഇപ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു BB ക്രീം അപ്ലൈ ചെയ്യാം. ഞാനിവിടെ പോൺസിൻ്റെ BB ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ പ്രൈമറോ കൺസീലറോ അതല്ലെങ്കിൽ ഫൗണ്ടേഷനോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു BB ക്രീം തന്നെ ഉണ്ടെങ്കിൽ ഡെയിലി മേക്കപ്പ് ലുക്കിന് അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഡെയിലി സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാണ്ട് ഒരുപാട് പ്രോഡക്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലുള്ള BB ക്രീമോ CC ക്രീമോ യൂസ് ചെയ്തും കണ്ട് മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ പോൺസിൻ്റെ BB ക്രീം എടുക്കാൻ കാരണം ഇതിൽ SPF 30 PA++ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്രീമിൽ SPF ഇല്ലാത്തൊരു ക്രീമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ക്രീം അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ക്രീമിൽ വന്നിട്ട് ഇൻസ്റ്റൻറ്റ് സ്പോട്ട് കവറേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്രീം ഒരിക്കലും നമ്മളുടെ ഡാർക്ക് സ്പോട്ട് കവർ ചെയ്യുന്നില്ല. കാരണം ഇതൊരു ലോ കവറേജ് ഉള്ള ഒരു ക്രീം മാത്രമാണ്. ഇതൊരു ഫൗണ്ടേഷൻ ഒന്നുമല്ല, ജസ്റ്റ് ഒരു BB ക്രീം മാത്രമാണ്. ഇത് നമ്മളുടെ സ്കിന്നിനെ ഒന്ന് ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഒരിക്കലും നമ്മളുടെ ഡാർക്ക് സ്പോട്ടോ ഡാർക്ക്നെസ്സോ ഒന്നും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ക്രീമിനെ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാസ്ലറിൻ്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സോഫ്റ്റ് കാരമലാണ്. അതായത് ഒരു മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്ന ഒരു കോമ്പാക്ട് പൗഡറാണിത്. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പെൻസിലാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്രൗൺ കളറ് ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് ഒട്ടും കട്ടിയില്ലാത്ത പിരികയാണ്. അതുകൊണ്ട് അത് ഫില്ല് ചെയ്തെടുക്കുമ്പോൾ നാച്ചുറലായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ കളറ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഐബ്രോ പെൻസിൽ നമുക്ക് ട്രാവൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ്. കാരണം ഇതിൻ്റെ ബാക്കിൽ തന്നെ സ്പൂളി വരുന്നതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് എടുക്കുന്നത്. ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് കണ്ണിൻ്റെ മുകൾ വശത്ത് ചെറുതായിട്ടൊരു ലൈന് കൊടുക്കുന്നുണ്ട്. ഡെയിലി മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടൊന്ന് കണ്ണ് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് കണ്ണിന് താഴെ കൂടി എഴുതി കൊടുക്കാം. ഞാനിവിടെ താഴെ ഹിമാലയയുടെ കാജൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് എഴുതുന്നത്. ഇനി നമുക്ക് ഒരു ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്ക് കൂടി അപ്ലൈ ചെയ്യാം. ഞാനിവിടെ NYBയുടെ ഒരു ലിപ് ക്രയോൺ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബാഡ് ഗൈ ചോയ്സ് നമ്പർ 4 ആണ്. ഇത് വളരെ ന്യൂഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. മീഡിയം സ്കിൻ ടോൺ ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നന്നായിട്ട് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇനി നിങ്ങളുടേതൊരു ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ ഈ ഷെയ്ഡ് വന്നിട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു പൊട്ടുകൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡെയിലി മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.